പലസ്തീൻ്റെ ആകാശവും മേഘങ്ങളും അന്തരീക്ഷവും ജലവുമെല്ലാം ലക്ഷക്കണക്കിന് നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ ചോര കൊണ്ട്, സ്ത്രീകളുടെ ചോര കൊണ്ട്, പാവപ്പെട്ട നിരാലംബരായി കൊല ചെയ്യപ്പെടുന്ന വംശഹത്യാപരമ്പിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ രക്തം കൊണ്ട്, വിലാപങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പലസ്തീൻ. ഈ പലസ്തീനോടൊപ്പമാണ് ലോക ജനത. പലസ്തീനിലെ ജനങ്ങൾ, ഗസയിലെ ജനങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ ചോര കൊടുത്ത് ലോകത്തോട് പറയുന്നൊരു സന്ദേശമുണ്ട്. അത് വംശഹത്യയുടെ, സാമ്രാജ്യത്വത്തിൻ്റെ, നാസിസത്തിൻ്റെ, ഫാസിസത്തിൻ്റെ ഏത് തീവ്രരൂപങ്ങളെയും മഹാത്യാഗങ്ങളിൽ ചെറുത്തു നിൽക്കാൻ കഴിയുന്ന ഒരു ലോകം, ചെറുത്തു നിൽക്കാൻ കഴിയുന്ന പുതിയൊരു വിപ്ലവം ലോകത്ത് വിജയിക്കുക തന്നെ ചെയ്യും. വിപ്ലവകാരികളെ കൊല്ലാം, പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള വിപ്ലവങ്ങളെയും പോരാട്ടങ്ങളെയും കൊല്ലാൻ ഒരു ഫാസിസ്റ്റ് ശക്തികൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കായി, സ്ത്രീകൾക്കായി, ജനങ്ങൾക്കായി, അവരുടെ സ്വാതന്ത്ര്യത്തിനായി നാം കൈകോർക്കുമ്പോൾ നാം പറയാൻ ആഗ്രഹിക്കുന്നു, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഒറ്റപ്പെട്ടവരല്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ലോകം കൈകോർക്കുന്നു. ജാതിക്കും മതത്തിനും വംശത്തിനും അതീതമായി വംശീയതയുടെ ഏറ്റവും ഭീകരരൂപമായ സയനിസം എന്ന ആ ഫിലോസഫി, സയനിസം തൊലയട്ടെ, സ്മാർട്ട് സയനിസം. അവിടെ മാനവികതയുടെ പുതിയ ലോകം നിർമ്മിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് അതേ സൈനിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ, അതേ ഫാസിസ്റ്റുകൾ ചെയ്യുന്നത് പോലെ ബുൾഡോസർ രാജിലൂടെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കളം ഒരുക്കിക്കൊണ്ട് വംശഹത്യയിലേക്ക് രാജ്യം കൊണ്ടുപോകുമ്പോൾ, ഭരണഘടനയെ നിഷേധിക്കുമ്പോൾ, പൗരൻ്റെ അവകാശങ്ങൾ വോട്ട് ചെയ്യാനുള്ള, സ്വന്തം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള പൗരൻ്റെ വോട്ടാവകാശം കൊള്ളയടിക്കുമ്പോൾ, ഇതേ വംശീയതയാണ് ജാതിയുടെ പേരിൽ, ബ്രാഹ്മണ്യത്തിൻ്റെ പേരിൽ നമ്മുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതെങ്കിൽ ലോകത്തെവിടെയും അനീതിക്കും അസമത്വത്തിനും മനുഷ്യാവകാശത്തിനു വേണ്ടി പോരാടുന്ന ലോക ജനതയുടെ മുമ്പിൽ പ്രത്യാശയുടെ പുതിയൊരു ദർശനമാണ്, ഒരു വിപ്ലവ സംസ്കാരമാണ് പലസ്തീൻ നമുക്ക് കൈമാറുന്നത്. അതുകൊണ്ട് ഈ കൂട്ടായ്മ എല്ലാത്തരം അസമത്വങ്ങൾക്കെതിരെയുള്ള മാനവീയതയുടെ വിശാലമായ പുതിയ ലോകക്രമത്തിന് വേണ്ടിയുള്ള പോരാട്ടമായി, അതിൻ്റെ പുതിയ ദർശനമായി, അതിൻ്റെ വിപ്ലവത്തിൻ്റെ വസന്തമായി നമുക്ക് ഏറ്റെടുക്കാം. ഫ്രീ പലസ്തീൻ. എല്ലാ ഐക്യദാർഢ്യവും